കർഷക കടാശ്വാസ നടപടികളുമായി സർക്കാർ. കാർഷിക കടാശ്വാസ വായ്പാ പരിധി ഉയർത്താൻ മന്ത്രിസഭാ തീരുമാനം. വായ്പാ പരിധി 50,000-ൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകം. എല്ലാ വിളകളുടെ നഷ്ടപരിഹാര തുകയും ഇരട്ടിയാക്കാനും സർക്കാർ തീരുമാനിച്ചു. നവകേരള നിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്ന് 3,500 കോടി രൂപ വായ്പയെടുക്കാനും മന്ത്രിസഭയുടെ അനുമതി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം കൈക്കൊണ്ടത്. കാർഷിക കടാശ്വാസ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി ഉയർത്താൻ തീരുമാനിച്ചതിന് പുറമെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടാനും തീരുമാനിച്ചു. കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കാർഷിക വായ്പക്ക് മാത്രമല്ല, കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 വർഷത്തേക്ക് നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ പെടുന്നില്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് പരിശോധിക്കുന്നതിന് കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കമുക്, കൊക്കോ, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് ഇരട്ടിയാക്കി. ഏലം ഹെക്ടറിന് 18,000 രൂപയിൽ നിന്നും 25,000 രൂപയാക്കി ഉയർത്തി. പ്രളയകാലത്ത് പുറമ്പോക്കിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അതേ പ്രദേശത്ത് 2 മുതൽ 5 സെന്റ് വരെ ഭൂമി നൽകാനും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സർക്കാർ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും നൽകും. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ബണ്ട് കോളനിയിലെ 75 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുന്നോക്കത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ റിട്ടയർഡ് ജഡ്ജി ചെയർമാനായുള്ള കമ്മീഷനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മുന്നാക്ക വിഭാഗത്തിൽ പാവപ്പെട്ടവർക്ക് സംവരണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരും തിരുവിതാംകൂർ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരുമായിരിക്കും കമ്മീഷൻ അംഗങ്ങൾ. 3 മാസമാണ് കമ്മീഷന്റെ കാലാവധി. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായുള്ള 3-അംഗ കമ്മീഷനെയും നിയമിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരെയും അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരെയും കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അത് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം എടുക്കുകയുണ്ടായി. ഓഖി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് 120 FRP ബോട്ടുകൾ വാങ്ങുന്നതിന് 7.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓഖി ഫണ്ടിൽ നിന്നും നൽകാൻ തീരുമാനിച്ചു. ഒപ്പം 4 കോടി രൂപ അടങ്കൽ തുക വരുന്ന ആധുനിക സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വിപണന ഔട്ട്ലെറ്റും ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം ലഭിച്ച ഭൂമിയിൽ ചട്ടപ്രകാരം ലഭിച്ച ഭൂമിയിൽ നടക്കുന്ന ഖനനത്തിന് സീനിയറേജ് ബാധകമാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2017 സൃഷ്ടിച്ച 400 പോലീസ് ഡ്രൈവർ തസ്തികയിൽ 38 തസ്തികകൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയായും 19 തസ്തികകൾ ASI ഡ്രൈവർ തസ്തികയായും അപ്ഗ്രേഡ് ചെയ്യാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിന് അംഗീകാരം. +2 വരെയുള്ള എല്ലാ പരീക്ഷകളും ഒരേ സമയത്ത് നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർഗോഡ് നടക്കും. പുതിയ അധ്യയന വർഷം സ്കൂളുകൾ ജൂൺ 3 തുറക്കാനും QIP യോഗത്തിൽ തീരുമാനമായി. 2019-20 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ആകെ 203 പ്രവൃത്തി ദിനങ്ങളാകും ഉണ്ടാവുക. VHSEക്ക് 226 പ്രവൃത്തി ദിനങ്ങളും. ഇന്ന് ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിന്റേതാണ് ശുപാർശ.
SSLC, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പരീക്ഷകൾ എല്ലാം തന്നെ ഒരുമിച്ച് നടത്തും. വാർഷിക പരീക്ഷകൾ മാർച്ച് 16 മുതൽ 30 വരെയായിട്ടായിരിക്കും നടത്തുക. ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 5 വരെയും രണ്ടാം പാദ വാർഷിക പരീക്ഷകൾ ഡിസംബർ 11 മുതൽ 20 വരെയായിട്ടും നടത്താനാണ് തീരുമാനം. SSLC മോഡൽ പരീക്ഷ ഫെബ്രുവരി 20 മുതൽ 28 വരെയായി നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർഗോഡ് വെച്ച് നടത്തും. സബ് ജില്ലാ കലോത്സവങ്ങൾ 2 ദിവസമായി നിജപ്പെടുത്താനും ശുപാർശയുണ്ട്. അത് വെള്ളി, ശനി ദിവസങ്ങളിലായിട്ടാകും നടത്തുക. കായികമേള ഒക്ടോബർ മാസത്തിലും ശാസ്ത്രമേള നവംബർ 1 മുതൽ 3 വരെയായി നടത്താനുമാണ് തീരുമാനം. 2019 ജൂൺ 3-നാകും പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുക. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ, പരീക്ഷകൾ എന്നിവ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ ക്രമീകരണങ്ങളും ഇതോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എസ് ഷീജ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. 8-ാം തീയതി വരെ മോദി ഉദ്ഘാടന തിരക്കിലാണ്. സർക്കാരിന്റെ ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും അവസാനിച്ച് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. 2014 മാർച്ച് 5-നാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. കേന്ദ്രമന്ത്രിസഭാ യോഗം വ്യാഴാഴ്ച നടക്കുന്നതും പ്രഖ്യാപനം വൈകിപ്പിക്കാൻ കാരണമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പരിപാടികളുടെ തിരക്കിലാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മോദിക്ക് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി ഈ ആഴ്ച 59,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളുണ്ട്. 8-ന് മീററ്റ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റമാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന അവസാന പദ്ധതി. ഈ പരിപാടിയും കഴിഞ്ഞ ശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ. 7-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗവുമുണ്ട്. യോഗത്തിൽ 13 റോസ്റ്റർ വിഷയത്തിൽ തീരുമാനം പുനഃപരിശോധിച്ചേക്കും. മറ്റു പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകില്ല. അതിനാൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് സമയം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരു വിമർശനം. മോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാനായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ രംഗത്തെത്തി. ഇപ്പോൾ ജമ്മുകശ്മീർ സന്ദർശനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരികെ വന്നയുടൻ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ കമ്മീഷൻ യോഗം ചേരും. പിന്നാലെ പ്രഖ്യാപനവും നടത്തും. നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ അവസാന ഉദ്ഘാടനവും കഴിഞ്ഞ് 9-നോ 9-ന് ശേഷമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കാൻ ഹൈക്കോടതി. 2-ാം പ്രതി മാർട്ടിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അശ്വതി, കേസിലെ 2-ാം പ്രതിയായ മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിന്റെ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2-ാം പ്രതിയായ മാർട്ടിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ആ ഉത്തരവിലാണ് ഇത്തരത്തിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വനിതാ ജഡ്ജിയെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി നേരത്തെ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൽ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തതാണ്. ഇതിന്റെ വിചാരണ വനിതാ ജഡ്ജിയായ CBI ജഡ്ജിയായ ഹണി വർഗീസ് ആയിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അന്ന് തന്നെ കോടതി വ്യക്തമാക്കിയത് പരമാവധി വേഗം ഇതിന്റെ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാർട്ടിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഈ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ 6 മാസത്തിനകം തന്നെ പൂർത്തിയാക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. സെഷൻസ് കോടതിയിൽ എത്രയും പെട്ടെന്ന് വിചാരണ തുടങ്ങണം എന്നാണ് കോടതി കരുതിയിരുന്നതെങ്കിലും ഇതിലെ 8-ാം പ്രതിയായ ദിലീപ് ചില ഹർജികൾ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതായത് തനിക്ക് മുഴുവൻ രേഖകളും വിട്ടുകിട്ടണം, കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച മുഴുവൻ രേഖകളും വിട്ടുകിട്ടണം എന്നതടക്കം ഹർജികൾ ദിലീപ് സമർപ്പിച്ചിരുന്നു. ആ സമയം പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നത് ഇത്തരത്തിൽ വിചാരണ വൈകിപ്പിക്കാനുള്ള നടപടിയാണ് ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിക്കുന്നത് എന്നെല്ലാം പ്രോസിക്യൂഷനും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് നിലനിൽക്കെയാണ് ഹൈക്കോടതിയിൽ മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ മാർട്ടിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമില്ല. 3 സീറ്റുകൾ നൽകാം എന്ന ആം ആദ്മി പാർട്ടി ഫോർമുല കോൺഗ്രസ് തള്ളി. പ്രതിപക്ഷ സഖ്യത്തിന് എതിരാണ് കോൺഗ്രസ് എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി നടത്തിയ സമ്മർദ്ദതന്ത്രവും ഫലം കണ്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് ആം ആദ്മി പാർട്ടി വീണ്ടും വാതിൽ തുറന്നുവച്ചിരുന്നു. ഇരു പാർട്ടികളും 3 സീറ്റുകളിൽ വീതം മത്സരിക്കാനും 1 സീറ്റിൽ പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയാക്കാനുമായിരുന്നു AAP മുന്നോട്ടുവച്ച ശുപാർശ. ഫോർമുല കോൺഗ്രസ് ഹൈക്കമാൻഡിന് സ്വീകാര്യമായിരുന്നെങ്കിലും സംസ്ഥാന ഘടകം ശക്തമായി എതിർത്തു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിലാണ് സഖ്യം വേണ്ടെന്ന തീരുമാനം. സഖ്യം കോൺഗ്രസിനേക്കാൾ ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു ഷീലാ ദീക്ഷിത് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് പിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആം ആദ്മി പാർട്ടി അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യും. സഖ്യമില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തകരുമെന്നും നിയമസഭയിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിൽ ആകുമെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് BJP ഒറ്റപ്പെടുത്താനുള്ള അവസരം കോൺഗ്രസ് നഷ്ടമാക്കിയെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു. ത്രികോണ മത്സരം ഉറപ്പായതോടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനാണ് വഴിയൊരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPM നേതൃയോഗങ്ങൾ ആരംഭിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക യോഗം പരിശോധിക്കും. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാണി ജോസഫ് തർക്കത്തിൽ കോൺഗ്രസ് ഇടപെടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. യാതൊരു കാര്യം ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്. അത് ഞങ്ങളല്ല. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? കൊല്ലത്ത് RSS പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ച് ഉടുവസ്ത്രം വലിച്ചു കയറി. തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൊല്ലം മനയിൽകുളങ്ങരയിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് പൊളിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 9 പേർ ഉൾപ്പെട്ട RSS പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും ഉടുവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. രണ്ടുപേരും, ഒരാൾ ബാക്കിന് ഒരാൾ ഫ്രണ്ടിന്. ആദ്യം RSS ചേട്ടനും എൻ്റെ വീട്ടിലേക്ക് 9 പേര്, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. പെണ്ണുങ്ങളുമുണ്ട്, അവരുടെ പെങ്ങന്മാരും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല. പട്ടിയിൽ കൊണ്ടുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകനായ രഞ്ജുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നതെന്ന് രഞ്ജു പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് എന്തിനാ വേലി ഇടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഒറ്റ ഇടിച്ചിട്ട് വീട്ടിനകത്തോട്ട് ഇവർ കയറി വന്ന് ഞങ്ങളങ്ങ് അടിക്കുകയായിരുന്നു. എന്നെ പട്ടിയിൽ കഷ്ണം കൊണ്ടുവന്ന് തലയ്ക്ക് അടിച്ച് 2 പേരെ എന്നെ അടിച്ചത്. ഈ സുദർശൻ എന്ന് പറയുന്നതും ശ്രീധരൻ എന്ന് പറയുന്നതും ആളും അങ്ങടെയാണ് മാറി അടിച്ചത്. രക്ഷിതാക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റെജിൻ എന്നിവരെയും RSS പ്രവർത്തകർ ആക്രമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3ാം വട്ട ചർച്ച അല്പസമയത്തിനകം ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ്. എങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഉടൻ തന്നെ ചർച്ച ആരംഭിക്കുമോ? ആരൊക്കെയായിരിക്കും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അശ്വതി, ചർച്ച അല്പം വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാത്രി 9 മണിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആലുവയിലായിരിക്കും ചർച്ച എന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും എല്ലാവരുടെയും സൗകര്യാർത്ഥം അത് എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രാത്രി 9 മണിക്കായിരിക്കും കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. നേരത്തെ അധിക സീറ്റ് നൽകാനാവില്ല എന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം എന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കെ എം മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും PJ ജോസഫ് വഴങ്ങാത്തതാണ് UDF-നും കേരള കോൺഗ്രസിനും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണെങ്കിൽ
അത് അംഗീകരിക്കുക മാത്രമാണ് പാർട്ടിക്ക് മുൻപിലുള്ള വഴി. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണം എന്നാണ് PJ ജോസഫിന്റെ അവകാശവാദം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ട എന്നാണ് മാണി വിഭാഗത്തിന്റെയും നിലപാട്. പാർട്ടി പിളർന്നാലും ശരി PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയണ്ട എന്നാണ് മാണി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDFനും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകവുമാണ്. അശ്വതി. ശരി ഉമേഷ്. ആലപ്പുഴ ഇടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിൽ അപകടകരമായ രീതിയിൽ ജീപ്പും കാറും ബൈക്കും ഓടിച്ച സംഭവത്തിൽ 7 പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തു. പ്രകടനത്തിനിടെ തുറന്ന ജീപ്പിൽ നിന്ന് തെറിച്ചു വീണ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. അധോലോക കുറ്റവാളി രവി പൂജാരിയെ മുഖ്യപ്രതിയാക്കിയാണ് 200 പേജുള്ള കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവെപ്പെന്ന് എറണാകുളം ACJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. കേസിലെ മറ്റ് പ്രതികളെ പിടികൂടുന്ന മുറയ്ക്ക് അനുബന്ധ കുറ്റപത്രവും സമർപ്പിക്കും. 200ഓളം പേജുള്ള ആദ്യഘട്ട കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് DVSP ജോസി ചെറിയന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം ACJM കോടതിയിൽ സമർപ്പിച്ചത്. അധോലോക കുറ്റവാളി രവി പൂജാരിയെ മുഖ്യപ്രതിയാക്കിയാണ് കുറ്റപത്രം. കേസിന്റെ തുടരന്വേഷണത്തിൽ മറ്റ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തി പിന്നീട് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും. നടി ലീന മരിയ പോളിന്റെ കടവന്ത്രയിലെ ബ്യൂട്ടി പാർലർ നേരെ വെടിയുതിർത്ത സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ രവി പൂജാരിയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ ബ്യൂട്ടി പാർലർ നേരെ വെടിവെച്ചത് ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്താനായിരുന്നു. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു പൂജാരിയുടെ ശ്രമം. ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. 25 കോടി രൂപ ആവശ്യപ്പെട്ട് രവി പൂജാരി തന്നെ ഭീഷണിപ്പെടുത്തിയതായി ലീന മരിയ പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 15-നാണ് കടവന്ത്രയിലെ ബ്യൂട്ടി പാർലർ നേരെ വെടിയുതിർത്ത ശേഷം 2 യുവാക്കൾ കടന്നു കളഞ്ഞത്. ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രവി പൂജാരിയുടെ പേരെഴുതിയ കുറിപ്പ് സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിരുന്നു. ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായ രവി പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിനിടെ 2010-ലും 2013-ലും കാസർഗോട്ടും സമാനമായ രീതിയിൽ വെടിയുതിർത്തായി കണ്ടെത്തിയിട്ടുണ്ട്. കരാറുകാരനായ MD മുഹമ്മദിന്റെ വീടിന് നേരെയാണ് മുഖംമൂടി അണിഞ്ഞെത്തിയ സംഘം വെടിയുതിർത്തത്. 50 കോടി രൂപ ആവശ്യപ്പെട്ടായിരുന്നു രവി പൂജാരിയുടെ ഭീഷണി. ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് കൊച്ചിയിലെ സംഭവവുമായി ബന്ധമുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തൊഴിലിടങ്ങളിൽ പരിശോധന കർശനമാക്കും. തൊഴിൽ സമയം ക്രമീകരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ സാംബശിവ റാവു പറഞ്ഞു. പരിശോധനയ്ക്കായി ജില്ലയിൽ തൊഴിൽ വകുപ്പിന്റെ 7 സ്ക്വാഡുകൾ രൂപീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 7 വരെ ഉഷ്ണതരംഗത്തിനു സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ട് ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉയർന്നിരുന്നു. സാഹചര്യം കണക്കിലെടുത്ത് കോർപ്പറേഷൻ ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ ജോലി സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തു. തൊഴിൽ സമയം ക്രമീകരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ സാംബശിവറാവുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ലേബർ ഒരു 7 സ്ക്വാഡ്സ് ആണ് ഉള്ളത്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നിർമ്മാണ പ്രദേശങ്ങളെ പ്രത്യേകിച്ചിട്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നലെ മുതൽ തുടങ്ങിയവർ സ്കൂൾസിലെ നമ്മൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. സോ ക്ലാസ് റൂംസിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അവർ ഏറ്റെടുക്കേണ്ട ജാഗ്രതകൾ എന്താണ്, അത് മൊത്തം പറയുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലർട്ടിലാണ് ഉള്ളത്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക, നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക, കുട ചൂടുക, അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടക്കും. സ്കൂളുകളിൽ അസംബ്ലികൾ ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനും പരിശോധന ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എത്നിക് ഫാഷൻ തരംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈ ഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിൽ ലഭ്യമാകും. ബൈ ഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈ ഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈ ഹാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു. ശാന്തിഗിരി വജ്ര ജൂബിലി ആഘോഷങ്ങൾ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് വജ്ര ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നതെന്ന് ശാന്തിഗിരി ആശ്രമത്തിന്റെ അധികാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.